വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇൻഷുറൻസ് ഉള്ളതും ഇല്ലാത്തതും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയെ ക്യാബിനറ്റ് ചുമതലപ്പെടുത്തി. ശമ്പള പരിഷ്കരണ കമ്മീഷൻ സ്റ്റാഫ് നിയമനങ്ങൾക്കും അംഗീകാരം നൽകി. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട്. ദീപക്, ഇനിയിപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അതോടൊപ്പം മറ്റെന്തെല്ലാം വിവരങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളായി പുറത്തുവരുന്നത്? ഗോപികൃഷ്ണൻ, മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ അജണ്ടകൾ ഉണ്ടായിരുന്നില്ല. 2 അജണ്ടകൾ മാത്രമാണ് പ്രധാനമായും ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വാൽപ്പാറ ദുരന്തം, നാടിനെ നടുക്കിയ ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിൻ്റെ ഇരകളുടെ കുടുംബത്തിന് ധനസഹായം നൽകണം എന്ന് തീരുമാനിക്കുന്നു. അത്തരമൊരു തീരുമാനത്തിന് വേണ്ടി ചില പ്രൊസീഡിങ്സ് ഉണ്ട്. ആ പ്രൊസീഡിങ്സിൽ ഈ മോട്ടോർ വാഹന ചട്ടപ്രകാരമുള്ള ഇൻഷുറൻസും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും അധ്യാപകരാണല്ലോ അതിലുള്ളത്, അവരുടെ ഇൻഷുറൻസ് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഈ തത്വത്തിൽ ഇവർക്കെല്ലാം തന്നെ, അതായത് ഇൻഷുറൻസ് ഉള്ളതും ഇല്ലാത്തതുമായ മരിച്ചവരുടെ മുഴുവൻ കുടുംബത്തിനും സഹായം നൽകാൻ വേണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു. ഓൺലൈൻ മന്ത്രിസഭാ യോഗമാണ് ഇന്ന് നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്നുമാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ഒരു തീരുമാനം അറിയിക്കുകയായിരുന്നു. ചീഫ് സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസിൻ്റെ ഘടനകൾ കൂടുതൽ പരിശോധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അടിയന്തരമായി സർക്കാരിന് സമർപ്പിക്കണം. ഏതായാലും ധനസഹായം നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞു. മറ്റൊന്ന് ശമ്പള പരിഷ്കരണ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെയായിരുന്നു സ്റ്റാഫ് നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത്. അതെല്ലാം തന്നെ മന്ത്രിസഭാ യോഗം ശരിവെച്ചുകൊണ്ട് ഇന്ന് തീരുമാനിച്ചു. ഇങ്ങനെ 2 അജണ്ടകൾ മാത്രമാണ് ഇന്നത്തെ ക്യാബിനറ്റ് ഉണ്ടായത്. പക്ഷേ ക്യാബിനറ്റ് അവസാനിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിജയാശംസകൾ നേരുകയായിരുന്നു. വളരെ ചിരിച്ചുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിനറ്റ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ഒരു ക്യാബിനറ്റ് കൂടി മാത്രമേ ഈ നിലവിലുള്ള 2ാം പിണറായി സർക്കാരിൻ്റെ ഭാഗമായി നടക്കുകയുള്ളൂ. അതോടുകൂടി ഈ മന്ത്രിസഭാ കാലയളവിലെ മന്ത്രിസഭാ യോഗം അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് അത്തരത്തിൽ പ്രാധാന്യമുണ്ട്. അതിൽ 2 നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു. ഒന്ന് വാൽപ്പാറ ദുരന്തത്തിലെ ഇരകളുടെ കുടുംബത്തിനുള്ള ധനസഹായ തീരുമാനം, മറ്റൊന്ന് ശമ്പള പരിഷ്കരണം വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായുള്ളതും മാത്രമാണ് എടുത്തിരിക്കുന്നത്. 2 അജണ്ടയാണ് ഇന്നത്തെ ക്യാബിനറ്റ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ക്യാബിനറ്റിൽ 2 വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിലുണ്ടായിരിക്കുന്ന ഒരു തീരുമാനം വാൽപ്പാറ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക എന്നതാണ്. ഇൻഷുറൻസ് ഉള്ളതും അല്ലാത്തതും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയെ ക്യാബിനറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ സ്റ്റാഫ് നിയമനങ്ങൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. ദീപക് ധർമ്മടമാണ് കോഴിക്കോട്ട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.